കണ്ടുപിടിച്ചത്, അതിനെപ്പറ്റി ഒന്ന് പറയാം. അതെ, ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ നടക്കുന്ന മാലിന്യ സംസ്കരണ പദ്ധതിയെ അവരുടെ താളം തെറ്റിക്കാൻ വേണ്ടി ചിലർ കോർപ്പറേഷന് പുറത്തു നിന്നുൾപ്പെടെ ആശുപത്രി, പൗൾട്രി ഫാം വേസ്റ്റ് പോകുന്നത് രാത്രിയുടെ മറവിൽ ചില സ്ഥലങ്ങളിൽ വലിച്ചെറിയുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഹെൽത്ത് സ്ക്വാഡ് പ്രവർത്തനം ശക്തമാക്കിയിട്ടുണ്ട്. പോലീസിൻ്റെ സർവേലൻസുണ്ട്. അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ കൗൺസിലർമാർ ഉൾപ്പെടെ രംഗത്തിറങ്ങിക്കൊണ്ടുള്ള സ്ക്വാഡുകളാണുള്ളത്. അവരാണ് ഇന്നലെ രാത്രി ഒരു വാഹനം ഒരുപാട് ഭാഗത്ത് എത്തുന്നത്. ആ വാഹനം കോർപ്പറേഷൻ സീസ് ചെയ്ത് പ്രതിയെ പോലീസിൽ ഏൽപ്പിച്ചു. ശക്തമായ നടപടിയുമായിരുന്നു. നിലവിൽ എന്ത് നടപടിയാണ് അതിന് സ്വീകരിച്ചത്? മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് വാഹനം സീസ് ചെയ്യാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. അത് കോടതിയിൽ ഹാജരാക്കും. അതോടൊപ്പം തന്നെ പ്രതിക്കെതിരെ വകുപ്പുകൾ ചാർത്തി, കൃത്യമായിട്ടുള്ള വകുപ്പുകൾ ചാർത്തി പോലീസ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ഇനിയും വന്നു കഴിഞ്ഞാൽ കർശനമായ തീർച്ചയായും ഞങ്ങൾ രാത്രിയും പകലും കോർപ്പറേഷൻ ഹെൽത്ത് സ്ക്വാഡുണ്ട്, പോലീസുണ്ട്. അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെ സ്ക്വാഡുണ്ട്. ആവശ്യമായ സ്ഥലങ്ങളിൽ മേയർ, ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെ ഉള്ളവർ ഫീൽഡിൽ. അതുപോലെ ഈ ഫുട്പാത്തുകളിൽ ഒരുപാട് കച്ചവടങ്ങൾ നടത്തുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് കുറച്ച് ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1 by 1 ആയിട്ട് ഇപ്പോൾ പാളയം കണ്ടില്ലേ, അതുപോലെ കുറച്ച് ഹോംവർക്ക് നടക്കുകയാണ്. കൃത്യസമയത്തിന് നിങ്ങൾ വരുമാനം അതൊക്കെ പരിഹരിക്കും.